ഇന്നിപ്പോൾ എന്തായാലും +1 വിദ്യാർത്ഥികൾ അപേക്ഷിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുകൂടി പ്രേക്ഷകരോട് നമ്മളൊന്ന് പറയാം. +1 10ാം ക്ലാസ് പരീക്ഷയൊക്കെ പാസ്സായിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കണം. ആ വെബ്സൈറ്റ് hcap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. നേരിട്ട് സ്കൂളുകളിൽ അപേക്ഷ സമർപ്പിക്കുന്ന കാലം പോയല്ലോ. വെബ്സൈറ്റിൽ പബ്ലിക് എന്ന വിഭാഗത്തിൽ നിന്ന് വിവരങ്ങൾ അറിയാം. അതിനുശേഷം www.admission.dge.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. അതിനുശേഷം ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി എന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ എത്തുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഹയർ സെക്കൻഡറിയുടെ ഓപ്ഷനിൽ പോകുന്നു, തുടർന്ന് പബ്ലിക്കിൻ്റെ സൈറ്റിലേക്ക് പോകുന്നു. അതിനുശേഷം ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്കിലൂടെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോഗിൻ ID കിട്ടും, അതിനുശേഷം ഒരു പാസ്വേഡ് കിട്ടും. അപ്പോൾ മൊബൈൽ ഫോണിൽ ഒരു OTP വരും. ആ മൊബൈൽ ഫോണിലെ OTP വഴി നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പം അറിയാം. രക്ഷിതാക്കൾ അതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവരെ വെബ്സൈറ്റിൽ പോയി വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യും. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോയാൽ എളുപ്പം അത് സാധ്യമാവുകയും ചെയ്യും. അപേക്ഷാ ഫീസ് 25 രൂപ പ്രവേശന സമയത്ത് അടച്ചാൽ മതി. അതുകൊണ്ട് ഓൺലൈൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ നൽകേണ്ടതുമില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് വളരെ എളുപ്പമാണ് ഇത്തവണ +1 അപേക്ഷകൾ. ഓൺലൈനായിട്ട് നിങ്ങളുടെ വിരൽത്തുമ്പിലിരുന്ന് നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിൽ പഠിക്കാമെന്ന് കരുതി എടുക്കരുത്. കോഴ്സിന് വേണ്ടി അല്പം സഞ്ചരിച്ചാലും ബുദ്ധിമുട്ടില്ല. കാരണം ആ കോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, സ്കൂളിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. സ്കൂളും പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കോഴ്സും ഇഷ്ടപ്പെട്ട സ്കൂളും ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കുക എന്നതാണ് ഇഷ്ടപ്പെട്ട സ്കൂളിനേക്കാൾ കഷ്ടം. ഇഷ്ടപ്പെട്ട സ്കൂളിൻ്റെ അനുഭവം 2 വർഷമേ നിൽക്കൂ, ഇഷ്ടപ്പെടാത്ത കോഴ്സിൻ്റെ അനുഭവം ജീവിതകാലം മുഴുവൻ നിൽക്കും.